നോമ്പ് തുറക്കുന്ന സമയത്ത് ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുണ്ടല്ലോ എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് എണ്ണ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചധികം പേർക്ക് കഴിക്കുകയും. ഞാനിപ്പോൾ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 സവോള ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി, ഉപ്പ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിയുടെ കൂടെ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും മസാലകൾ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മസാല റെഡിയായി. ഇനിയിപ്പോൾ ഒരു മിക്സർ ജാർ എടുക്കുക. 1 കപ്പ് മൈദ, 1/4 കപ്പ് പാല്, 1 മുട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പാനിൽ കുറച്ച് ബട്ടറോ നെയ്യോ പുരട്ടി കൊടുത്തിട്ട് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുക. അതിന്റെ മുകളിൽ അപ്പം തന്നെ ഈ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. അതിലിങ്ങനെ ആ മസാല ഇറങ്ങിയിരിക്കണം. ഇനി അതിന്റെ മുകളിൽ പുഴുങ്ങിയ മുട്ട ഞാനിതാ ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്ലൈസ് ചീസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. മുകൾ ഭാഗമൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. 2 സൈഡും വെന്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കുക. എണ്ണയൊന്നും ഒരുപാട് വേണ്ട. അപ്പൊ നല്ല എളുപ്പമല്ലേ? അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.